നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കി തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ ഇന്നും റിയാക്ഷൻ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമുക്ക് റിയാക്ട് ചെയ്യാം. ഇരവിഴുങ്ങാനിരിക്കുന്ന പാമ്പാണു ഞാൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം റെനാഫാത്ത്. ഞാൻ തുറന്നില്ല, അതിനു മുമ്പേ ആ സൗണ്ടിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, അത് അവളാകുന്നു. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റെന ഫാത്തിമ. ഹായ് ഹായ്ഡാ. അപ്പം ബിഗ് ബോസ് സീസൺ 7 50th ഡേ കഴിഞ്ഞപ്പോ ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്താക്കിയെന്ന് പറയടാ, പുറത്തിറങ്ങിയെന്ന് പറയാതെ. പാവം പോട്ടെ. 10-20 വയസ്സുള്ള ഒരു കൊച്ച, അത് അത്രയും ദിവസം അതിനകത്ത് നിന്ന വലിയ കാര്യം. അവസാനത്തെ ആര്യന്റെ ആ പരിപാടി അതൊന്നും വേണ്ടായിരുന്നു. അതാണ് അവളെ പെട്ടെന്ന് ഇറക്കിയെന്ന് എനിക്ക് എന്റെ ഒരു വീക്ഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത്. പിന്നെ കരയുക, വേറൊന്നും അതിന് ചെയ്യാനില്ല അതിനകത്ത്. ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇറങ്ങിയിട്ട് കരഞ്ഞില്ല. വലിയൊരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ആ കൊച്ച സ്റ്റേജിൽ നിന്ന് കരയുന്നുണ്ട്. അവളുടെ കണ്ണി കുരുവാണു. നല്ല വിഷമമുണ്ട് വാവയുടെ മുഖത്ത്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു റന. ഓക്കെ, റന എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? വിചാരിച്ച പോലല്ല. എന്താ വിചാരിച്ചേ? നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 10-40 ദിവസത്തിനകത്ത് കയറിയിരിക്കും. അപ്പൊ നിനക്ക് എന്താ വിചാരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ത്രീ ആരാന്ന് എനിക്കറിയത്തില്ല, ബിഗ് ബോസിന്റെ തന്നെ ആൾക്കാരാ. എങ്കിലും എന്തായാലും നിക്കണം. ഫൈനലി 50th ഡേ പറ്റിയ പോലെയാണ് 50 ദിവസം. എന്തുകൊണ്ടായിരിക്കും റന എവിക്റ്റ് ആയിട്ടുണ്ടാവുക? 19 ദിവസം അതിനകത്തുള്ള ഒരു കൊച്ചിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ? ഇവിടെ നിന്ന് എല്ലാവരും എന്നെ എവിക്റ്റ് ആക്കി. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സേഫ് ഗെയിമർ ആയി പോയോന്ന് സംശയം എനിക്ക് തോന്നുന്നു. ആര്യനും ജിസയിലായിട്ടൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ? ആ പ്രശ്നം ഉണ്ടായതാണ്. സംസാരിക്കുമ്പോ ആരും അങ്ങനെ വക വെക്കൂല, ലൈക് മൈൻഡ് ആക്കൂലായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. മറ്റേ തരത്തി പോയി കളിക്കുക. അതെ, തരത്തി പോയി കളിക്കുന്നത്. ഓക്കെ, ആരൊക്കെയോ സിർലക്കമ്മായി എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ? അതെ. ആണോ? അല്ല, ഒരു കുഞ്ഞു കൊച്ചോ സാരമില്ല. ഞാൻ കുളിക്കാതെ വെച്ചാല് ഡ്രസ് വൃത്തിയിടാവൂലല്ലോ. കുളിക്കലില്ല. ഇക്കാക്കൊക്കെ ആരും ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. സത്യം പറഞ്ഞു. എനിക്കറിയൂല. ഫ്ലാഷ് ബാക്ക്. ഗേൾഫ്രണ്ട് ആരാ? എനിക്ക് സത്യം പറ. ഓക്കെ, വീട്ടിലെ പണികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാരാ? എനിക്ക് ഈ ഒരു ബിസിനസ്സും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതൊക്കെ ഒരു പണിയായി വന്നില്ലേ. അപ്പൊ ഞാൻ അതിന്റേതായിട്ടുള്ള എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ലേ, എനിക്ക് അതിൽ കുറെ പണിയില്ലേ, ഞാനും ഒക്കെ ചെയ്ത് കൊടുക്കല്ലേ. എനിക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഒരുപാട് പണികളുണ്ട് അല്ലേ? റീടേക്ക് എന്താ? പൊന്നൂസ അല്ലേ? എന്നാൽ ഇവിടുത്തെ ഏറ്റവും ഭംഗി ആർക്കാ? എന്റെ ദൈവമേ, എന്തൊക്കെ പറഞ്ഞാല് സ്നേഹമുണ്ട്. ഇത്ര സ്നേഹമുള്ള അനിയത്തിനെ തന്നിട്ടില്ലല്ലോ. നല്ലൊരു അനിയത്തിയാണ് ആൾക്കുള്ളത്. ഇതൊക്കെ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ അയച്ചു വരുന്നതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നുട്ടോ. എനിക്ക് ഈ കൊച്ചിനെ കാണിക്കണമെന്നൊന്നുമില്ല. Because you were just sitting there, just judging everybody. ഇരുന്ന് എല്ലാരെയും ജഡ്ജ് ഇങ്ങനെ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. I didn't feel, I understood. Oh, really? Yeah, I did. That's kind of judgment. ആണെങ്കിലും ആരോടാണെങ്കിലും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാൻ പഠിക്കണ്ടേ? എന്റെ അടുത്തുനിന്ന് പഠിക്കുന്നെങ്കിൽ വരേണ്ട ഗുണമൊന്നും നിങ്ങളിൽ ഇല്ലാതാനും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നാലും എങ്ങനെയാ എന്റെ പൊന്നളിയ, നിന്റെ സംഘടനപ്പെട്ടവർക്ക് മാക്സിമം വെറുപ്പ് നീ ഒരാളായിട്ട് സ്വഭാവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല, പോട്ടെ. ഇവന്റെ സീസണാണ്. ബിക്കോസ് തെറി വിളിക്കരുന്ന് പറയാൻ പോകാം. ഓക്കെ, നിനക്ക് വെള്ളം വേണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ എന്നല്ല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ബിഗ് ബോസിന് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞാലും ബിഗ് ബോസ് കേൾക്കും. ബ്രോ, നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, ഈച്ച കയറുന്നൊരു പരാതി വന്നിട്ടുണ്ട് കേട്ടോ.
ബെസ്റ്റ് സീസൺ ആയിരുന്നു കേട്ടോ അത്. True TV, ഞങ്ങൾ അണ്ണൻ എല്ലായിടത്തും പോയി തന്തേരായി പറയും. പറയേണ്ടവരെ കേട്ടോ പറയുന്ന അണ്ണൻ. ഈ പട്ടിക്കുണ്ടായ കള്ളക്കഴുവരുടെ വീണ്ടും പറയുന്നു, പട്ടി എന്ന് പറയുന്ന ഇവന്റെ തന്തയെ തന്നെയാണ് പട്ടി എന്ന് പറയുന്നത്. ഒരു പരനാറി. എടാ പട്ടി, നിനക്ക് പട്ടിയുടെ വിലയാണ്. ചില കള്ളക്കരുവള മക്കളായ പോലീസ് ഉദ്യോഗസ്ഥർ പരമനാറികളാണ്. നമസ്കാരം. ഇതേ ഒരു ന്യൂസ് ചാനൽ തുടങ്ങുവാണ്, എന്നെ വിളിച്ചാൽ ഞാൻ പോകും അവിടെ റിപ്പോർട്ടറായിട്ട്. നിങ്ങളെ മക്കളെ നാളെ ട്രാൻസ്ഫോമറിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുവോ? ഇല്ല. ഇല്ല. എനിക്ക് ഒന്ന് ഇപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പെണ്ണാണ്, ഞങ്ങൾ കല്യാണം കഴിച്ച് നമുക്കൊരു കുട്ടിയായി നമ്മൾ ട്രാൻസ്ഫർ കെട്ടിച്ചു കൊടുക്കും. ഇല്ല. ഇല്ലയോടാ, അതെന്താ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുണ്ടാവാനാ? സാമാൻ ഉറഞ്ഞാൽ തീ വരും. ഇതൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു. ഈ ഒരു സാധനം, ഇത് 6 മിനിറ്റ് 18 സെക്കൻഡ്. ഈ ഒരു സാധനം മുതൽ നിങ്ങൾ കേൾക്കണം, നമ്മളെ പയ്യന്മാര് കേൾക്കണം കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ, കാരണം ഇത് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവും അല്ലെ? നമ്മുടെ ഈ ഇരിക്കുന്ന ടേബിളിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും. ഇത് നേരത്തെ കാലത്ത് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീമെറിറ്റ്സും പ്രോസ് ആൻഡ് കോൺസും ഒക്കെ നമുക്ക് തന്നെ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാവും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നിന്നോടൊരു കാര്യം ഒരാൾ പറയുന്നു ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ അത് ചെയ്യും. നിനക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ വീണ്ടും ചെയ്യും. അത് തന്നെയാണ് ഞാൻ എൻ്റെ ആയ പ്രായത്തിൽ ഞാൻ ചെയ്തത്. എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറഞ്ഞു നീ ഇത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ പലരും പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ഉപയോഗിച്ചു. ഇത് നമുക്ക് സ്വയം തോന്നണം, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അന്ന് അച്ഛനും അമ്മയൊന്നും നമ്മളെ ഇല്ല കൂടെ. ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലം എത്രയോ വർഷങ്ങൾ, 4-5 വർഷം ഞാൻ അച്ഛനും അമ്മയൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അച്ഛനും അമ്മയിലും കൂടെ നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നു. ആ ഫ്രീഡത്തിനെ നമ്മൾ മാക്സിമം മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന സെറ്റ് ബാക്സിലൂടെയും നമുക്ക്, കാരണം ഇതോടൊപ്പം നമുക്ക് നഷ്ടമായത് വിദ്യാഭ്യാസം, പ്രണയം, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കൂട്ടുകാർക്കിടയിലുള്ള ഫ്രിക്ഷൻ, ആരോഗ്യം, കൂടെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു, ആക്സിഡൻസ്, ഇങ്ങനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രണയിച്ച കുട്ടിയുടെ വിവാഹം, ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ശീലങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഈ പറയുന്ന അഡിക്ഷനൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു തിരിച്ചറിവ് നമുക്കൊരു പോയിന്റിൽ കിട്ടും. ഓക്കെ, ആ റിയാലിറ്റി ചെക്ക് എനിക്ക് വളരെ നേരത്തെ കിട്ടി. മനസ്സിലായില്ലേ? ഷൈൻ്റെ കേസിലും എടുത്തു പറയുന്ന ആൾക്കാരുടെ കേസിലൊക്കെ തന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇവർ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇതിന് അഡിക്ഷനിലോട്ട് പോകുന്ന സമയത്ത്. അത് അവർക്ക് അവരുടെ പ്രായത്തിൽ അവർക്കും കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്സ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഈ ഗ്ലാമൻ ഗ്ലിറ്റർ ഉണ്ടാകുന്നത്, സാമ്പത്തികം ഉണ്ടാകുന്നത്, അവർക്കുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അവർക്കുണ്ടായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടും ഈ അഡിക്ഷൻ വരാം. പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിൽ ഇത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയത് അപ്പൊ ഞാൻ എൻ്റെ ആയ കാലത്ത് നിർത്തി കഴിഞ്ഞ് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് ഇവിടെ ഇത്രയും പോപ്പുലർ ആവുന്നത്. അതുകൊണ്ട് തന്നെ നിർത്തിയ സാധനമായിട്ട് എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നിട്ടില്ല. ഇതിന്റെ ഡീമെറിറ്റ്സ് ഒക്കെ നമുക്കറിയാം, ശരീരത്തിന് എത്രമാത്രം ഇത് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു ഡിഅഡിക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ടഫാണ്, മനസ്സിലായില്ലേ? ഏത് പോയിന്റിലും ടഫാണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടി നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നീ ഇതിൽ നിന്ന് വിട്ടുവരുള്ളൂ. ഒരു വിഷമം നമ്മളെ ഒന്ന് ഹിറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി. അല്ലാതെ നീ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും നീ കേൾക്കൂല. നിനക്ക് കിട്ടുന്ന സെറ്റ് ബാക്കും നിനക്ക് കിട്ടുന്ന എല്ലാമെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഓവർനൈറ്റ് ഞാൻ നിർത്തിയേക്കാന്ന് വെച്ചാൽ നിനക്ക് നിർത്താനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല ഇത്. നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, അത്ര പറഞ്ഞ വിൽ പവർ ഇല്ലാത്തതുകൊണ്ടല്ലേ അടിക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം. നല്ല അടി എന്ന് അവൻ ഉദ്ദേശിച്ചത് അടിയല്ല, നല്ലൊരു അനുഭവം ഉണ്ടാവണം. അനുഭവം ഉണ്ടെങ്കിലേ എല്ലാം നിർത്താൻ കഴിയുള്ളൂ. സത്യസന്ധമായ വാക്കുകളാണ്. നേരത്തെ മനസ്സിലാക്കി, നേരത്തെ തിരിവ് എന്തെന്ന് മനസ്സിലാക്കി അറിവിലേക്ക് എത്താൻ നോക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതും നഷ്ടപ്പെടും. ഇപ്പൊ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ കേൾപ്പിച്ചത് മറ്റൊന്നുമല്ല, കേട്ടിരിക്കണം എന്ന് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം എന്ന് എനിക്ക് തോന്നിയ കാര്യമായതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കാൻ അതുകൊണ്ട് തന്നെ. ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് ഏറ്റവും ആദ്യം കണ്ട ആളുകൾ പിന്നീട് അത് ജനകീയമായപ്പം ഇപ്പൊ ഈ പറയുന്ന ഊളകളും കോളനികൾ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമായിരുന്നല്ലോ. അങ്ങനത്തെ ടേം ഉപയോഗിച്ചാൽ ഇപ്പൊ എല്ലാവന്മാരും കണ്ടു തുടങ്ങി. ഞങ്ങളൊക്കെ കണ്ട സമയത്ത് ഇവിടെ താൻ എന്താ ചെയ്തത്, താനിത് കുറച്ച് നേരത്തെ കണ്ടു എന്നുള്ളല്ലാണ്ട് വേറൊരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല. അതായത് കുട്ടാ അങ്ങനെ പറയല്ലേ കുട്ടാ.
ചില കാര്യങ്ങൾ നേരത്തെ അത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, അതിന് സമയം കണ്ടെത്തി, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവണമല്ലോ. അങ്ങനെ കണ്ടതിന് ശേഷം അത് പോപ്പുലർ ആയതിനു ശേഷം കാണുന്ന വലിയ കാര്യമല്ല. ആരും അറിയാതിരിക്കുന്ന സമയത്ത് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾക്ക് അത്തരത്തിലെ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്കും ഒരു വ്യത്യസ്ത സ്വഭാവം തന്നെയുണ്ട്. ഈ ഗെയിം ഓഫ് ത്രോൺസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവിടെ ഇതുവരെ. ഞാൻ അത്രയും അതിനകത്തൊന്നും അറിവില്ലാത്തൊരു പയ്യനായിരിക്കാം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം. ശരി, അവിടെ അങ്ങനെ തടവിക്കൊണ്ട് നിൽക്ക്. ബാ ഇരിക്കെ. 3 ഹൃദയമുള്ള ഒരു ജീവിയെ പറ്റി പറയൂ. അറിയില്ല. ശരി, 2 എണ്ണം ഉള്ളത് പറയാം. തിമിംഗലം മീൻസ് വെയിൽ ബ്ലൂ. അല്ല, കാര്യം അറിയാം, ഒരു വലിയ സൈസ് ആയതുകൊണ്ട് 2 എണ്ണം ഇരുന്നോട്ടെ. തിമിംഗലത്തിന് 4 എണ്ണം തോന്നുന്നു മോനെ. ചുമ്മാ പറഞ്ഞാണേ, ഇനി എന്റെ തൊടത്ത് കയറല്ലേ. ഞാൻ തപ്പുന്നാന്ന് പറയാം. ഞാൻ അനീഷിന്റെ വീഡിയോ തപ്പുന്നേ. അനീഷിന്റെ വീഡിയോ മസ്താനി എന്റെ ഇടയ്ക്കൊന്ന് ഏറിപ്പോയായിരുന്നു കേട്ടോ. ഞാൻ അതാണ്ട് മേലെ ആകാശം, അതിന് മുകളിലുണ്ട് മസ്താനി, കാണിച്ചു തരാം. ഇറങ്ങിയിട്ടില്ല, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? വിഗതകുമാരൻ. വിഗതകുമാരൻ. ശരിയിരിക്കും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. വെരി ഗുഡ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. വെരി ഗുഡ്. ഇരിക്കാം. കിങ് ഓഫ് ക്ലേ, കിങ് ഓഫ് ക്ലേ എന്നറിയപ്പെടുന്ന ടെന്നീസ് കളിക്കാരൻ ആരാണ്? അനീഷ് കൈപൊക്കിയില്ല. റാഫേൽ നദാൽ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം. ഇരവികുളം നാഷണൽ പാർക്ക്. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം. അനീഷ് കൂടിയാട്ടം. അപ്പൊ അനീഷാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ആവിലാന്ന് പറഞ്ഞ പെണ്ണ് ഇയാളെ കയറി മണ്ടാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം. അടുത്തതായിട്ട് ഷോ തീരുന്ന ദിവസം ഗേറ്റിന് പുറത്ത് ആരാധക വൃന്ദത്താൽ ചുറ്റപ്പെടാൻ സാധ്യതയുള്ള ആരാണ്? നിങ്ങളെല്ലാവരും ഇങ്ങനൊരു അവാർഡ് തന്നതിൽ നിങ്ങളോട് നന്ദിയും കടപ്പാടും ബഹുമാനവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ നിർത്തും, സംഭവം ചെറുകാരൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. എന്നാലും ഞാൻ ഈ അനീഷിന്റെ വീഡിയോ എടുത്തിങ്ങനെ ഇടാനും അനീഷിന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് എനിക്ക് അനീഷിനെ ഇഷ്ടമല്ലായിരുന്നു, പലർക്കും അനീഷിനെ ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലാത്ത പലർക്കും ഇപ്പൊ അനീഷിനെ ഇഷ്ടമാണ്. അത് നമ്മൾ ഒരാളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നു, കുറച്ചു നാൾ അയാളെ കണ്ടു കഴിയുമ്പം നമ്മുടെ ജഡ്ജ്മെന്റുകൾക്ക് തെറ്റുകൾ നമ്മൾ ചിന്തിച്ച തെറ്റാണ്. പിന്നീട് ആ മനുഷ്യനെ നമ്മൾ ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണ് അയാള്. അയാളെ പേഴ്സണൽ ലൈഫിൽ പലതും ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങേർക്ക് PR വർക്ക് ചെയ്യാനൊന്നും ആരും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തേക്കുന്നത് നമ്മൾ തന്നെ അതിന്റെ PR. സോ ഒരു ഗാനം, ഒരു നാടൻ പാട്ടാണ്. പഞ്ചവർണ്ണ കിളിചേലുള്ള പുന്നാര ചെമ്പകപ്പൂമാലരേ, കണ്ണൊന്നടച്ചാലോ ഞാൻ കാണും കണ്ണീരഴകുള്ളേ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തൊരഴകാണേ, ചെമ്പകപ്പൂമാലരേ. താങ്ക് യു സോ മച്ച്. കേരളജനക്കൂട്ടം പരമവേണു. നമസ്കാരം. എന്റെ പാട്ട് കൊള്ളാമെങ്കിൽ ഐ ലവ് യു ബ്രോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ.